Hi all, welcome to Wisdom Lectures for Computer Science. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന കാറ്റഗറി നമ്പർ 417/2022 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് HSST കമ്പ്യൂട്ടർ സയൻസിന്റെ ആണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ സെഷനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിരുന്നു പ്രതീക്ഷിക്കുന്നു. ഈ സെഷനിൽ നിങ്ങൾക്ക് വളരെ അധികം അറിയുന്നതും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഇത്തവണയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം കേൾക്കുകയും അതോടൊപ്പം ആൻസർ പറയുന്നതിന് മുന്നേ അത് ചെയ്ത് നോക്കുകയും കൂടി ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അത് അറിയുമോ അല്ലെങ്കിൽ നമ്മുടെ നിലവാരം ഏത് ലെവലിലാണ് എന്ന് സ്വയം തിരിച്ചറിയാനും നമുക്ക് ആ ഏരിയാസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓർമ്മയിൽ മറന്നു പോയ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് താമസിക്കാതെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The first phase of compilation process is dash. കമ്പൈലേഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് ഫേസ് എന്താണ്? നമ്മൾ ഒരു കമ്പൈലറിലേക്ക് സോഴ്സ് കോഡ് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത്? ഈ സോഴ്സ് കോഡ് മുഴുവൻ മീനിങ്ഫുൾ ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ടോക്കൺസ് എന്തൊക്കെയാണ്? അതായത് കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റന്റ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെ ഓരോ ടോക്കൺസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ആ പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. എന്താണ്? അതെ, ഓപ്ഷൻ ഡി, ലെക്സിക്കൽ അനാലിസിസ്. ലെക്സിക്കൽ അനലൈസർ ആണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം സെമാന്റിക് അനാലിസിസിലേക്ക് പോകുന്നു, സിൻടാക്സ് അനാലിസിസ് നടക്കുന്ന, കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ നമുക്ക് ടാർഗറ്റ് കോഡ് കിട്ടുകയാണ്. അപ്പം ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലെക്സിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് എ ടൂൾ യൂസ് ഫോർ പ്രോസസ് സിങ്ക്രണൈസേഷൻ. ഓപ്ഷൻ എ പാരിറ്റി ചെക്കർ, ഓപ്ഷൻ ബി സെമാഫോർ, ഓപ്ഷൻ സി സിംബോളിക് കോൺസ്റ്റന്റ്, ഓപ്ഷൻ ഡി സെഗ്മെന്റ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രോസസ് സിങ്ക്രണൈസേഷൻ. പ്രോസസ് സിങ്ക്രണൈസേഷൻ എവിടെയാണ് വരുന്നത്? ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിലാണ് അല്ലെ പ്രോസസ് സിങ്ക്രണൈസേഷൻ വരുന്നത്. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് എന്ത് ചെയ്യുന്നതാണ്? ഒരു ഷെയർഡ് റിസോഴ്സിനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് അതൊരു കൺട്രോൾഡ് മാനറിലാകാനും കോൺഫ്ലിക്റ്റുകൾ അവോയ്ഡ് ചെയ്യാനും ഡാറ്റ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോസസ് സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് എന്ത്? ഓപ്ഷൻ ബി, സെമാഫോർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണത്. ഓപ്ഷൻ ബി, സെമാഫോർ. സെമാഫോർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രോസസ് സിങ്ക്രണൈസേഷൻ വിത്ത് എന്തൊക്കെ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പ്രിവെന്റ്സ് റേസ് കണ്ടീഷൻ ഉണ്ട്, പിന്നെ എന്താണ്? എൻഷുർ ഓർഡർലി ആക്സസ് ടു ഷെയർഡ് റിസോഴ്സസ് ഇൻ മൾട്ടി ത്രെഡഡ് ഓർ മൾട്ടി പ്രോസസ് എൻവയോൺമെന്റ്. അപ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ സെഷനിൽ അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. റേസ് കണ്ടീഷൻ എന്താണ്? ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് എന്താണ് ക്രിട്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. If the TTL field value reaches 0 dash. Option A, packets are dropped. Option B, packets are validated. Option C, packets are considered error free. Option D, none of the above. എന്താണ്? ഇതും വളരെ സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും ഓർമ്മയിലുള്ളത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം.
നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതാണ് അല്ലേ? അപ്പൊ എന്താണ് TTL എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ടു ലീവ്. നമ്മൾ ഒരു IP പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഫീൽഡ് വാല്യൂ ആണ് എന്ത്? ടൈം ടു ലീവ് എന്നുള്ളത്. അതായത് ആ പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഈ പാക്കറ്റ് എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ, പാക്കറ്റ്സ് ആർ ഡ്രോപ്ഡ്. ആ ഒരു ടൈമിനുള്ളിൽ ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ്സ് എത്തിയില്ലെങ്കിൽ ഈ ടൈം ടു ലീവ് 0 എത്തിക്കഴിഞ്ഞാൽ എന്താണ്? പാക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്യും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെന്റ്സ് പാക്കറ്റ്സ് ഫ്രം ലൂപ്പിംഗ് ഇൻഫൈനൈറ്റ്ലി ഇൻ എ നെറ്റ്വർക്ക്. നമ്മൾ ഈ നെറ്റ്വർക്കിൽ കുറെ ഇങ്ങനെ ഇൻഫൈനൈറ്റ്ലി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പാക്കറ്റ്സ് ഇതേപോലെ ഡെസ്റ്റിനേഷനിൽ എത്താതെ നിന്ന് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് മൊത്തം എന്തായിരിക്കും? ഭയങ്കര ട്രാഫിക് ആയി മാറും അല്ലെ? അപ്പൊ ആ ഒരു കൺജഷൻ അല്ലെങ്കിൽ ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പാക്കറ്റും സെൻഡ് ചെയ്യുമ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുത്തിട്ടാണ് വിടുന്നത്. അതാണ് ടൈം ടു ലീവ് ഫീൽഡ് വാല്യൂ. ആ ഒരു വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കറ്റ്സ് എന്താ? ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ചെയ്യും. അതായത് ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. അന്നേരം എന്ത് ചെയ്യും? പിന്നെ സോഴ്സ് എന്താ? വീണ്ടും ഒന്നുകൂടെ സെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The number of edges present in a complete graph having n vertices is dash. നമ്മുടെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ്, എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുണീക്ക് എഡ്ജസ് വിൽ ബി there in every വെർട്ടീസസ്. അതായത് ഒരു വെർട്ടീസിൽ നിന്നും മറ്റൊരു വെർട്ടീസിലേക്ക്, എല്ലാ വെർട്ടീസിൽ നിന്നും മറ്റൊരു വെർട്ടീസിലേക്ക് എന്തുണ്ടാവും? യുണീക്ക് എഡ്ജസ് കാണും. അതായത് എല്ലാ വെർട്ടീസസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതാണ് എന്ത്? കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് എല്ലാ വെർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫാണ് എന്ത്? കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പം അതിലെ നമ്പർ ഓഫ് പ്രസന്റ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഹാവിങ് n വെർട്ടീസസ്. n വെർട്ടീസസ് ആണെങ്കിൽ, 2 വെർട്ടീസസ് ആണെങ്കിൽ എത്രയാണ്? 3 വെർട്ടീസസ് ആണെങ്കിൽ എത്രയാണ്? അപ്പൊ അതേപോലെ n വെർട്ടീസസ് ആണെങ്കിൽ എത്രയാണ്? ഇതും വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഇതിന്റെ ആൻസർ? അതെ, ഓപ്ഷൻ ബി, n into n-1/2. ഇത് തന്നെയാണ് എന്താ? ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ n വെർട്ടീസസിലേക്ക് വരുന്ന മാക്സിമം എഡ്ജസിന്റെ എണ്ണം. ഓക്കെ, ഇനി അടുത്തത് 5th question. The relocation register helps in dash. Relocation register helps in dash. Option A, protecting the address spaces of processes, allocating resources, reallocating resources. Option D, all of the above. എന്താണ് ഇത്? നമ്മൾ എവിടെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? എന്താണിത്? റീലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ റീലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന പ്രധാനമായിട്ട് കീ റോൾ എന്ന് പറയുന്നത് വെർച്വൽ മെമ്മറിയിലും മെമ്മറി പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിലും ആണ്. അതെന്താണ് ചെയ്യുന്നത്? It's providing a way to relocate the base address of a process in memory. This relocation allows each process to have its own address space, which is isolated and protected from other processes. അപ്പൊ എന്താണ് ഇവിടെ എന്താണ് നടക്കുന്നത്? Protecting the address spaces of the process. അപ്പൊ ഈ റീലൊക്കേഷൻ രജിസ്റ്റർ പ്രധാനമായിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊട്ടക്ടിങ് ദ അഡ്രസ് സ്പേസ് ഓഫ് പ്രോസസ്സസ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത്, the worst case complexity of bubble sort is dash. അപ്പം
നമ്മൾ ബബിൾ സോർട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് വേഴ്സ്റ്റ് കേസ് എന്താണ്, അതിന്റെ കോംപ്ലക്സിറ്റി വേഴ്സ്റ്റ് കേസ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതില് ക്വസ്റ്റ്യൻ ആൻസറിൽ ഓർഡർ ഓഫ് ലോഗൻ, ഓർഡർ ഓഫ് എൻ ലോഗൻ, അടുത്തത് ഓർഡർ ഓഫ് എൻ സ്ക്വയർ, ഇതാണ് കേട്ടോ ഓർഡർ ഓഫ് എൻ സ്ക്വയർ. അടുത്തത് ഓർഡർ ഓഫ് എൻ എന്നാണ് ഓപ്ഷൻ. ആ എൻ സ്ക്വയർ അവിടെ വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ 7 സെയിം തന്നെ ആയിപ്പോയി ബൈ മിസ്റ്റേക്ക്. അടുത്ത തവണ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഇതിലെന്താണ് ബബിൾ സോർട്ടില് നമുക്ക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണല്ലേ, ഓർഡർ ഓഫ് എൻ സ്ക്വയർ. അതിന്റെ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എൻ സ്ക്വയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ n is the number of elements in the array to be sorted. This means that in the worst case scenario where the array is in reverse sorted order, bubble sort will take quadratic time to sort the elements. ഇത് റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ ഇതിന് ക്വാഡ്രാറ്റിക് ടൈം എടുക്കും. എന്തിനാണ്? ഇതിനെ സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് വലിയ ലാർജ് ഡാറ്റ സെറ്റിലൊക്കെ നമുക്ക് ഈ ഒരു അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. ഈ ഒരു സോർട്ടിംഗ് അൽഗോരിതം വലിയ നമ്പേഴ്സിലൊക്കെ, വലിയ ലാർജ് ഡാറ്റ സെറ്റിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെയധികം എന്താണ് ഇൻഎഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കും. അതിലൊന്നും പറ്റില്ല. കുറച്ച് നമ്പേഴ്സ് ഒക്കെയാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ മാത്രം നമുക്ക് ഓർഡർ ഓഫ് എൻ സ്ക്വയർ വേഴ്സ്റ്റ് കോംപ്ലക്സിറ്റിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അത് റിവേഴ്സ് ഓർഡറിലാണ് ഇരിക്കുന്നതെങ്കിലാണ് ഇത് ഓർഡർ ഓഫ് എൻ സ്ക്വയർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് മൊത്തത്തിൽ നമുക്ക് സോർട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം 7th ക്വസ്റ്റ്യൻ സെയിം ആണ്, നമുക്കത് വിടാം. അടുത്തത് 8th ക്വസ്റ്റ്യൻ. Resolution of externally defined symbols and functions associated with the program is done by dash. Resolution of externally defined ആയിട്ടുള്ള സിമ്പിൾസും ഫങ്ഷൻസും associated with the program is done by what? ഇതും വളരെ സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്നതാണ്. എന്താണ്? ഓപ്ഷൻ ബി, ലിങ്കർ. ലിങ്കർ ആണ് നമ്മുടെ യൂട്ടിലിറ്റി പ്രോഗ്രാമില് വേരിയസ് ഒബ്ജക്ട് ഫയൽസ് ഒക്കെ കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന വേരിയസ് ഒബ്ജക്ട് ഫയൽസിനെല്ലാം കമ്പൈൽ ചെയ്തിട്ട് ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയൽ ആക്കി മാറ്റുന്നത്. അപ്പൊ ഈ ലിങ്കർ എന്ത് ചെയ്യും? revolves the reference to external symbols and functions that are defined in different modules and libraries. It ensures that all symbols and functions are correctly linked and can be accessed by the program during the execution. The linker is also performs tasks such as memory allocation, symbol table management, and generating the ഫൈനൽ എക്സിക്യൂട്ടബിൾ കോഡ്. അപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിമ്പിൾസും ഫങ്ഷൻസും പ്രോഗ്രാമും ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഏതാണ്? ലിങ്കർ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, ലിങ്കർ. ഓക്കെ, അടുത്തത് when 2 or more bits in a data unit has been changed during transmission, the error is called dash. ഇത് നമ്മൾ നെറ്റ്വർക്കിൽ പഠിക്കുന്നതാണ്, നമ്മൾക്ക് ഓർമ്മയിലുണ്ടാവും അല്ലേ? വലിയ ഈസി നമുക്ക് ഓർത്തെടുക്കാം എന്ന് ഞാൻ പറയണില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതല്ലേ. നമുക്കിത് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ 2 or more ബിറ്റ്സ് നമ്മൾ ചേഞ്ച് ആവുകയാണ്. ഒരു ബിറ്റ് അല്ല, 2 or more ബിറ്റ്സ് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മുടെ എറർ എന്താണ്? ഓപ്ഷൻ ബി, ബേസ്റ്റ് എറർ ആണ്. ബേസ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബിറ്റ്സ് മോർ ദാൻ 2
ബിറ്റ്സ് കോൺസിക്യൂട്ടീവ് ആയിട്ട് കറപ്റ്റഡ് ആവുന്നതിനെയാണ് ഈ ട്രാൻസ്മിഷൻ ടൈമിൽ 2 or more കോൺസിക്യൂട്ടീവ് ബിറ്റ്സ് കറപ്റ്റഡ് ആവുന്നതിനെയാണ് ബേസ്റ്റ് എറർ എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. നോയിസ്, ഇന്റർഫറൻസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനലിലെ തെറ്റുകളോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും കൊണ്ട് സംഭവിക്കാം. അപ്പൊ മോർ ദാൻ 2 bits in a data unit has been changed during transmission. The error is called what? Burst error. Option D, burst error. അടുത്തത് the the array index out of bounds exception is called dash exception. The array index out of bound exception is called dash exception. എന്താണ് ഇത്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ ബി, റൺ ടൈം എക്സെപ്ഷൻ. ഇതൊരു റൺ ടൈം ആയിട്ട് നടക്കുന്ന എക്സെപ്ഷൻ ആണ്. ഔട്ട് ഓഫ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവയുടെ ഇൻഡെക്സ് ഒന്നുകിൽ ലോവർ ആവുക, 0 കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ട് വാല്യൂല് കൂടുതൽ വരിക. ആ കൂടുതൽ വന്നാലും എന്താ? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എന്ന് പറയും. 0 താന്നാലും അങ്ങനെ പറയും. പക്ഷേ ഇപ്പൊ 0 to n ആണെങ്കിൽ മോർ ദാൻ n വരുന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറയും? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ആണ് വരുന്നത്. ഇത് റൺ ടൈമിലേ വരത്തുള്ളൂ. കമ്പൈൽ ടൈമില്, ലോഡ് ടൈമില് നമ്മൾ ഈ ഒരു എറർ ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഈ അറേ ഇൻഡെക്സ് എപ്പോഴും ഡിറ്റക്ട് ചെയ്യുന്ന റൺ ടൈം എറേഴ്സ് ആയിട്ടാണ്. റൺ ടൈമിലാണ് ഈ ഒരു എക്സെപ്ഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് അറ്റ് ദ ഡാഷ് ലെയർ ഓഫ് OSI മോഡൽ. അപ്പൊ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഏത് ലെയറിലാണ് നടക്കുന്നത്? നമുക്ക് അറിയാം, ISO OSI മോഡൽ ഏതാണ്? ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ട്. ഇതില് ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ട്സിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? 7 ലെയേഴ്സ് ഉണ്ട്. ആ 7 ലെയേഴ്സിൽ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഏത് ലെയറിലാണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഈ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ ഓപ്ഷൻ സി, ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ഏതിലാണ്? ഓപ്ഷൻ സി, ട്രാൻസ്പോർട്ട് ലെയർ ആണ്. The transport layer is responsible for providing end-to-end communication services for applications. Appa, it ensures reliable and efficient data transfer between processors during processors running on different hosts across the network. അപ്പൊ end-to-end കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ റിലയബിലിറ്റി ഒക്കെ കൊടുക്കുന്നത് ഏതാണ്? നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ആണ് ചെയ്യുന്നത്. പിന്നെ TCP, UDP ഇതിലെല്ലാം ട്രാൻസ്പോർട്ട് ലെയറിലാണ് എന്ത് നടക്കുന്നത്? പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12th question. A dash occurs when stack contains no elements and you try to pop elements. സ്റ്റാക്കിൽ എലമെന്റ്സ് ഒന്നുമില്ല, നമ്മൾ പോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ സ്റ്റാക്ക് ഓവർഫ്ലോ, സ്റ്റാക്ക് എക്സ്റ്റൻഷൻ, സ്റ്റാക്ക് അണ്ടർഫ്ലോ, സ്റ്റാക്ക് എക്സ്പെൻഷൻ. അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആണല്ലേ? നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതെന്നല്ലേ? അപ്പൊ സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലിഫോ മാനറിലാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഏതാണോ വന്നത് അത് ഫസ്റ്റ് പുറത്തു പോകും അല്ലേ? അപ്പൊ ഈ സ്റ്റാക്കില് എത്രയാണോ അതിന്റെ കപ്പാസിറ്റി, അതിൽ കൂടുതൽ എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടാകും. സ്റ്റാക്കിലെ എലമെന്റ്സ് എല്ലാം എടുത്തെടുത്ത് ലാസ്റ്റ് എലമെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോ എന്താണ്? അതെ, നമുക്കറിയാം, സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണ് നടക്കുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. HTTP uses the services of dash. HTTP എന്താണ്?
hypertext transfer protocol uses the service of dash. എന്തിൻ്റെയാണ് സർവീസ് എടുക്കുന്നത്? അതെ, ഇതും നമുക്കറിയാം. TCP. എന്താണ്? TCP. അപ്പോൾ TCP is reliable, കണക്ഷൻ ഓറിയന്റഡ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് സം ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? എറർ ചെക്കിംഗ്, ഫ്ലോ കൺട്രോൾ, സീക്വൻസിങ് ഓഫ് ഡാറ്റ പാക്കറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് TCP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ HTTP-യിൽ എന്താണ്? ബീങ് എ പ്രോട്ടോകോൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് hypertext document over the internet relies on the TCP for ensuring the reliable delivery of web pages, images, and other resources between web servers and clients. TCP അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് കണക്ഷൻ ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് എറർ ചെക്കിങ്ങും ഫ്ലോ കൺട്രോളും സീക്വൻസിങ് ഓഫ് ഡാറ്റ പാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് HTTP TCP ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെവറൽ എലമെന്റ്സ് കോമ്പറ്റിംഗ് ഫോർ ദ സെയിം സ്ലോട്ട് ഇൻ ദ ഹാഷ് ടേബിൾ റിസൾട്ട്സ് ഇൻ വാട്ട്? കുറെ എലമെന്റ്സ് ഉണ്ട്. അത് കോമ്പീറ്റ് ഹാഷ് ടേബിളിലേക്ക് സെയിം സ്ലോട്ടിലേക്ക് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാണ്. അതിനെ എന്താണ് പറയുക നമ്മള്? അതിനെ പറയുന്നതാണ് ഓപ്ഷൻ ഡി കൊളീഷൻ. എന്താണ്? ഓപ്ഷൻ ഡി കൊളീഷൻ. കൊളീഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഹാഷ് ടേബിളിൽ രണ്ടോ അതിൽ കൂടുതലോ ഹാഷ് വാല്യൂസ് വരുന്ന സമയത്ത്, ഒരേ സ്ലോട്ടിൽ രണ്ടോ അതിലധികമോ ഹാഷ് വാല്യൂസ് വരുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഫൈനൈറ്റ് സൈസ് ഓഫ് ഹാഷ് ടേബിൾ കമ്പയർഡ് ടു ദ പൊട്ടൻഷ്യലി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഹാഷ് വാല്യൂസ്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പൊ ടു ഹാൻഡിൽ കൊളീഷൻസ്, ഹാഷ് ടേബിൾ ടിപ്പിക്കലി യൂസ് ടെക്നിക് സച്ച് ആസ് ചെയിനിങ് ഓർ ഓപ്പൺ അഡ്രസ്സിങ്. ചെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് വിത്ത് ദ സെയിം ഹാഷ് വാല്യൂ എന്ത് ചെയ്യും? ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ചെയിൻ പോലെയല്ലേ ലിങ്ക് ലിസ്റ്റ് വരുന്നത്? അതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. അടുത്തൊരു മെത്തേഡാണ് ഓപ്പൺ അഡ്രസ്സിങ്. ഓപ്പൺ അഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് എംടി സ്ലോട്ട് കൊടുക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. കൊളൈഡിങ് എലമെന്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു എംടി സ്ലോട്ട് കൊടുക്കുന്നു. ഇങ്ങനെ രണ്ട് മെത്തേഡിലൂടെ ഈ ഒരു കൊളിഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഹാഷ് ടേബിളിന്റെ ഡിസൈനിങ്ങിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ഈ ഹാൻഡ്ലിംഗ് കൊളീഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ഡിസൈനിങ് എഫിഷ്യന്റ് ഹാഷ് ടേബിൾ ഇംപ്ലിമെന്റേഷൻസ്. ഓക്കെ, അപ്പൊ കൊളീഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. Dash is a device that connects network with different protocols. ഡിഫറെന്റ് പ്രോട്ടോകോൾസ് കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഇതും വളരെ സിമ്പിൾ ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ഗേറ്റ് വേ അല്ലേ? അപ്പം ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഓർ സോഫ്റ്റ്വെയർ കമ്പണന്റ് ആണ്. അതെന്താണ്? ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യും ബിറ്റ്വീൻ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ഓർ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ദാറ്റ് യൂസ് ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ് ഇത് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. IPv4 addresses are dash addresses that are unique to every host or device on the internet. അപ്പോൾ IPv4 എത്ര ബിറ്റ് അഡ്രസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ IPv4 എത്ര ബിറ്റ് അഡ്രസ്സാണ് വരുന്നത്? ഇത് നമുക്ക് അറിയുന്നത് തന്നെയാണ്. വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി 32 ബിറ്റ് അഡ്രസ് ആണ് എന്ത് IPv4 വരുന്നത്. അതായത് 8ന്റെ 4 പാർട്ടായിട്ട് നമുക്ക്
32 ബിറ്റ്സ് ആണ് വരുന്നത്. 1 to 255 വരെയുള്ള റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ബിറ്റ്സ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 4.3 ബില്യൺ യുണീക്ക് IPv4 അഡ്രസ്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ഇപ്പൊ ഇന്റർനെറ്റിൽ വളരെയധികം റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും IP അഡ്രസ്സ് കൊണ്ട് മതിയാകില്ല. അങ്ങനെ ആണ് നമ്മളൊരു അപ്ഡേഷനിലേക്ക് പോകുന്നത്. ഏതാണ്? IPv6. IPv6ന് എത്രയാണ്? IP വേർഷൻ 6ൽ എത്രയാണ് എത്ര ബിറ്റ് അഡ്രസ് ആണ് വരുന്നത്? 128 ബിറ്റ് അഡ്രസ് ആണ് IPv6ൽ വരുന്നത്. IPv4ൽ 32 ബിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് dash refers to the buildup of data in an IO switch when buffers become full and are not able to receive additional data. എന്താണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, ബാക്ക് പ്രഷർ. ഇത് അധികം നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് എല്ലാരും എന്നല്ല, കുറച്ച് പേരെങ്കിലും കേട്ടിട്ടില്ലാത്തൊരു ഏരിയ ആയിരിക്കും. ഏരിയ എന്നുള്ള ഒരു വേർഡ് ആയിരിക്കാം ഇത്. അതായത് the term that refers to the build-up of data at an IO switch when buffers become full and are not able to receive additional data is back pressure. ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡാറ്റ ഫ്ലോ മാനേജ് ചെയ്യാനും കൺജഷൻ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ റിസീവിംഗ് ബഫറിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ഫുൾ ആവുകയാണ്. റിസീവിംഗ് ബഫർ സിസ്റ്റം ഫുൾ ആവുന്ന സമയത്ത് വേറെ ഡാറ്റ അതിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ കറണ്ട് ഡാറ്റ വരുന്ന സമയത്ത് ഈ ഒരു ബഫർ തിരിച്ചൊരു ബാക്ക് പ്രഷർ കൊടുക്കുകയാണ്. ഒരു ബാക്ക് പ്രഷർ സെൻഡ് ചെയ്യും. ഇതൊരു ഫീഡ്ബാക്കിംഗ് മെക്കാനിസം ആണ്. അതെന്താണ്? അപ്പൊ ഈ ഫ്ലോ ഓഫ് ഡാറ്റ റെഗുലേറ്റ് ചെയ്യാനും പ്രിവെന്റ്സ് ഓവർവെൽമിംഗ് ഓഫ് ദി റിസീവിംഗ് ഡാറ്റ വിത്ത് ദ സിസ്റ്റം. ഓക്കെ, അപ്പൊ ആ സിസ്റ്റം കൂടുതൽ ഡാറ്റാസിനെ റിസീവ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചങ്ങോട്ടൊരു ബാക്ക് പ്രഷർ കൊടുക്കുന്ന മെക്കാനിസത്തിനെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഒരുപാട് ഡാറ്റാസ് അല്ലെങ്കിൽ ഡാറ്റാസ് ഇതിലോട്ട് വരുമ്പോൾ ബഫർ ഫുൾ ആകുമ്പോൾ തിരിച്ചങ്ങോട്ടൊരു ബാക്ക് പ്രഷർ കൊടുക്കും. അന്നേരം എന്താണ്? കൂടുതൽ ഡാറ്റാസ് വന്ന് വീണ്ടും ഒരു കൺജഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് എന്ത്? ബാക്ക് പ്രഷർ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The number of bits needed to represent a character set containing 31 characters is dash. എത്ര ബിറ്റ്സ് വേണം നമുക്ക് 31 ക്യാരക്ടേഴ്സ് നമുക്ക് ക്യാരക്ടർ സെറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ എത്രയാണ്? അതായത് ലോഗ് 31 ബേസ് 2 ആണ് അല്ലേ? അതായത് 2 raised to അതിന്റെ ആൻസർ എന്ത് വരും? 4 വരും, 4.95 അങ്ങനെ സംതിങ് വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ? 2 raised to 5 32 അല്ലേ? അപ്പൊ 32 അത്രയും, അതായത് 2 raised to 5 വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? 5 ബിറ്റുകൾ വേണം. എന്നാൽ മാത്രമാണ്, അതായത് ഇതാണ് അതിന്റെ ഇക്വേഷൻ. ലോഗ് n ബേസ് 2 അതാണ് എത്ര? നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 5 ബിറ്റ്സ് ഉണ്ടെങ്കിലാണ് എന്ത്? 31 ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. 2 raised to 0 ആണെങ്കിൽ എന്താണ്? 1 ആണ്. 1 ബിറ്റ് ആണെങ്കിൽ 1 മതി. 2 ബിറ്റ് ആണെങ്കിൽ എന്താ? 2 raised to what? 2 raised to 0 1 ആണ്. 2 raised to 1 2 ആണ് അല്ലേ? 2 raised to 1 2 ആണ്. പിന്നെ 1 ബിറ്റ് കൊണ്ട് നമുക്ക് 2 ക്യാരക്ടർ 0 and 1 അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി 2 raised to 2 ആണെങ്കിൽ എന്താണ്? 4 ആണ്. 4 വരണമെങ്കിൽ എങ്ങനെയാ? 0 0 0 1 1 0 1 1 അങ്ങനെ
2 bits ഉണ്ടെങ്കിൽ 4 characters നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 31 characters നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എത്ര ബിറ്റ്സ് വേണം? 5 ബിറ്റ്സ് വേണം. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ is 5. ഓപ്ഷൻ സി 5. അടുത്ത ക്വസ്റ്റ്യൻ. In the reader's writer's problem, dash are given exclusive access to the shared object for proper process synchronization. അപ്പോൾ പ്രോപ്പർ പ്രോസസ് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആക്സസ് ടു ഷെയർഡ് ഒബ്ജക്റ്റ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലത്തിൽ അതൊരു എന്താ പറയാ റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം നമ്മുടെ ഡാറ്റാബേസിലെല്ലാം പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം റീഡിങ്ങും റൈറ്റിങ്ങും ഉണ്ട്. അപ്പൊ റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം ഷെയർഡ് ഒബ്ജക്റ്റിലാണ് നമുക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. അന്നേരം അതിൽ എക്സ്ക്ലൂസീവ് ആക്സസ് കൊടുക്കുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? അതെ, ഓപ്ഷൻ എ റൈറ്റേഴ്സിനാണ് അല്ലെ. ഓപ്ഷൻ എ റൈറ്റേഴ്സിനാണ്. റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആക്സസ് ആണ്. അതായത് ഒരു പ്രോസസ്സിനെ ഒരു സമയത്ത് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എത്ര പ്രോസസ്സിന് വേണമെങ്കിലും റീഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു പ്രോസസ്സിന് മാത്രമേ ഒരു സമയത്ത് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അതാണ് എക്സ്ക്ലൂസീവ് ആക്സസ് ടു ഷെയർഡ് ഒബ്ജക്റ്റ്. അതായത് ഈ റൈറ്റേഴ്സിന് മാത്രമാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് dash occurs when a process begins execution with no pages in the memory. നമ്മുടെ ഒരു പ്രോസസ് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് അത് അതിന്റെ മെയിൻ മെമ്മറിയിലാണ് എക്സിക്യൂഷൻ വരുന്നത് അല്ലെ. മെയിൻ മെമ്മറിയിൽ എക്സിക്യൂഷൻ വരുന്ന സമയത്ത് മെയിൻ മെമ്മറിയിൽ ആ ഒരു പേജസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പേജ് ഫോൾട്ട് വന്നിട്ട് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് നമുക്ക് ആ പേജസ് ലോഡ് ചെയ്യണം. അപ്പൊ ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു പേജസും മെമ്മറിയിൽ ഇല്ലെങ്കിൽ എന്താണ് എല്ലാ പേജ് റെഫറൻസിലും എന്ത് വരും? പേജ് ഫോൾട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാ സമയത്തും പേജ് ഫോൾട്ട് വന്നുകൊണ്ടേയിരിക്കും. പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെയിൻ മെമ്മറിയിൽ പേജ് നോക്കും, പക്ഷെ പേജ് ഇല്ല. അന്നേരം എന്താണ് സെക്കൻഡറിയിൽ പോയിട്ട് ആ പേജിനെ ലോഡ് ചെയ്യണം. അതിനെയാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പേജസിനും പേജ് ഫോൾട്ട് വരും. അപ്പോൾ ഓപ്ഷൻ ഡി എ പേജ് ഫോൾട്ട് ഫോർ എവറി പേജ് റെഫറൻസസ്. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is the least secure method of authentication? ലീസ്റ്റ് സെക്യൂർ ആയിട്ടുള്ള ഓതന്റിക്കേഷൻ മെത്തേഡ് ഏതാണ്? ഇത് നമുക്ക് വളരെ സുപരിചിതമാണ്. ഏതാണ്? ഓപ്ഷൻ എ പാസ്വേഡ് ആണ്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഓതന്റിക്കേഷൻ മെത്തേഡ് ആണ്. കാരണം അതിന്റെ സിംപ്ലിസിറ്റിയും അത് കൂടുതൽ ഫെമിലിയറും ആണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പാസ്വേഡ് ക്യാൻ ബി വൾണറബിൾ ടു വേരിയസ് അറ്റാക്സ് സച്ച് ആസ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, ഡിക്ഷണറി അറ്റാക്ക്, ഫിഷിംഗ് ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ നമുക്ക് ഒരാളുടെ പാസ്വേഡ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ കാർഡ് ഓതന്റിക്കേഷൻ ആണെങ്കിലും ഫിംഗർ പ്രിന്റ്സ് ആണെങ്കിലും ഫേസ് റെക്കഗ്നേഷൻ ആണെങ്കിലും ഇതിലെല്ലാം ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടി സെക്യൂർ ആണ്. പാസ്വേഡ് ആണ് എന്ത് ലീസ്റ്റ് ആയിട്ടുള്ള സെക്യൂർ ഓതന്റിക്കേഷൻ മെത്തേഡ്. പക്ഷെ വൈൽഡ്ലി നമ്മൾ പാസ്വേഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The physical layer translates logical communication request from dash to the hardware specific operations. ഫിസിക്കൽ ലെയർ ഏത് ലെയറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 7 ലെയേഴ്സ് ഉണ്ട് അല്ലേ. 7 ലെയേഴ്സ് ISO മോഡലിൽ നമുക്ക് 7 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ. അപ്പോൾ
ഈ ഫിസിക്കൽ ലെയറിന് നേരെ തൊട്ടടുത്ത ലെയർ ഏതാണ്? അതെ, ഓപ്ഷൻ ഡി, ഡാറ്റ ലിങ്ക് ലെയർ. അപ്പൊ ഫിസിക്കൽ ലെയറിൽ നിന്ന് അടുത്ത കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് പോകുന്നത് ഇങ്ങോട്ടാണ്, ഡാറ്റ ലിങ്ക് ലെയറിലേക്കാണ്. ഡാറ്റ ലിങ്ക് ലെയറിന് അങ്ങോട്ട് പോകുന്ന, അടുത്ത ലെയറിലേക്ക് പോകുന്ന, അങ്ങനെ അപ് ടു ആപ്ലിക്കേഷൻ ലെയർ ഇത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചു. ഇന്നത്തെ ക്വസ്റ്റ്യൻസും ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ, ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, അതിൻ്റെതായ പോരായ്മകൾ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത് എന്നുള്ള സജഷൻസ് നിങ്ങൾ പറയണം. പിന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇതിന്റെ PDF ഡീറ്റെയിൽ നോട്ട്സ് കൂടി ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഈ ഒരു PDF ആണെങ്കിലും അടുത്ത ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF ഞാൻ ടെലഗ്രാം ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ഒന്നും ഇത് നോട്ട്സ് എഴുതാനോ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസും ഞാൻ ടെലഗ്രാം ചാനലിലിടാം, നിങ്ങൾ അത് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.